മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 1-ാമത്തെ വചനം ഈശോ ഉപമകൾ വഴി സംസാരിക്കാൻ തുടങ്ങിയെന്നാണ്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ഉപമകളാണ്. ദൈവത്തിന് എന്തൊക്കെ പറയാനുണ്ടോ? നമ്മിൽ ഓരോരുത്തരിലൂടെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നവയിലൂടെയും ദൈവത്തിന് എന്തൊക്കെയോ നമ്മളോട് പറയാനുണ്ട്, പാഠമായിട്ട് തരാനുണ്ട്. എന്നും പഠിപ്പിക്കുന്ന ദൈവമാണ്, എല്ലാറ്റിലൂടെയും പഠിപ്പിക്കുന്നൊരു ദൈവമാണ്. ഈശോയ്ക്ക് പഠിപ്പിക്കുവാൻ ഏറെയുണ്ട്. ഇതാ ഉപമകളിലൂടെ പഠിപ്പിക്കുന്ന ഈശോ ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമയിലൂടെ എന്നെ പഠിപ്പിക്കുന്ന, നമ്മെ പഠിപ്പിക്കുന്ന ചില സത്യങ്ങളോ ഉണരുവാൻ ഈ വചനഭാഗ വായന തന്നെ സഹായിക്കുന്നു. ഒരുവൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. വാക്കുകളൊക്കെ ശ്രദ്ധിച്ചുകൊള്ളുക. വിശുദ്ധ ഗ്രന്ഥം കയ്യിലുള്ളവർക്ക് അതെടുത്ത് വായിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടേതായ വിചിന്തനങ്ങൾ എടുക്കാവുന്നതാണ്. ഒരുവൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അതിന് ചുറ്റും വെയിൽ കെട്ടി, മുന്തിരിച്ചക്ക് സ്ഥാപിച്ചു, ഒരു ഗോപുരവും പണിതു. അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ അവിടെ നിന്ന് പോയി. സമയമായപ്പോൾ മുന്തിരി ഫലങ്ങളിൽ നിന്ന് തൻ്റെ ഓഹരി ശേഖരിക്കുവാൻ അവൻ കൃഷിക്കാരുടെ അടുത്തേക്ക് ഭൃത്യനെ അയച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടം വരെ വായിച്ച് പലപ്പോഴും നിന്നു പോയിട്ടുണ്ട്. പിന്നീട് തുടർന്ന് വായിക്കാനായിട്ട് പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇവിടം വരെയും പറഞ്ഞിട്ട് തുടർന്ന് പറയാൻ നേരം കിട്ടിയാൽ ഞാൻ പറഞ്ഞുകൊള്ളാം. അവസാനത്തെ ഒരു വാക്കിതായിരുന്നു, തൻ്റെ ഓഹരി ശേഖരിക്കാൻ അവൻ കൃഷിക്കാരുടെ അടുത്തേക്ക് ഭൃത്യനെ അയച്ചു. എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു കൊച്ചു വാക്കാണിത്. തൻ്റെ ഓഹരി ശേഖരിക്കാൻ കൃഷിക്കാരുടെ അടുത്തേക്ക് അവൻ ഭൃത്യനെ അയച്ചു. വന്നത് ഭൃത്യന്മാരാണ്, ശേഖരിക്കാൻ വന്നത് ഓഹരിയാണ്. ഓഹരി എന്നുള്ള വാക്ക് നിങ്ങൾക്കൊക്കെ പരിചയമുള്ളതാണ്, നമുക്കൊക്കെ പരിചയമുള്ള. ഓഹരി വാങ്ങാൻ ആരെങ്കിലും പോയിട്ടുണ്ടോ? ഓഹരി വാങ്ങാൻ പോയിട്ടുള്ളവരുണ്ടല്ലേ? ഓഹരി വാങ്ങാൻ പോയിട്ട് കിട്ടിയിട്ടുണ്ടോ? വലിയ പ്രശ്നങ്ങൾ ഞാൻ ഇടവകയിലേക്ക് വരുമ്പോഴും അതുപോലെ തന്നെ വിവിധ ശുശ്രൂഷകളായിരുന്ന സമയത്തും ഒക്കെ പലപ്പോഴും പ്രശ്നങ്ങളുമായിട്ട് വരുന്ന മനുഷ്യരുടെ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ ചിലപ്പോൾ ഈ ഓഹരി പ്രശ്നം വളരെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുനാളിൽ ഒരു ഓർമ്മയുണ്ടോ, എൻ്റെ തറവാട്ടിൽ എൻ്റെ അപ്പൻ്റെ ഓഹരി വാങ്ങാനായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിൽ ഏറ്റ ഒരു മുറിവായിട്ട് സങ്കടമായിട്ട് കിടക്കുന്നൊരു കാര്യമാണ്. ഓഹരി വാങ്ങാനായിട്ട്, അവകാശം വാങ്ങാനായിട്ട് പോയതാണ്. അവിടെ ചെന്നിട്ട് എൻ്റെ തറവാടിൻ്റെ വാതിൽ അടച്ചു കളയപ്പെട്ട ഒരു രംഗമുണ്ട്. വാതിലടച്ചു, ഇവിടെ നിനക്ക് ഓഹരിയൊന്നും ഇല്ല എന്നുള്ളതിൻ്റെ സൂചനയായിരുന്നു അത്. എന്നെ ഒത്തിരി നൊമ്പരപ്പെടുത്തിയതാണ്. ഞാൻ വാങ്ങാൻ പോയത് ഓഹരിയാണോ, ആ ഓഹരി കിട്ടാതെ നിറകണ്ണുകളോടെ മടങ്ങിപ്പോന്ന ഒരു ബാല്യകാലമുണ്ട്. അപ്പൻ്റെ ഓഹരിയാണ്, അപ്പൻ്റെ അവകാശമാണിത്. അപ്പനും ചിലപ്പോൾ ഇത് കേൾക്കുന്നുണ്ടാകാം. എന്നെ ഒത്തിരി അന്ന് അസ്വസ്ഥപ്പെടുത്തിയ ഒരു രംഗമാണത്. ഈ ഓഹരി വാങ്ങാൻ പോയ അനുഭവം ഈ സുവിശേഷം വായിക്കുന്ന സമയത്ത് വളരെ ശക്തമായിട്ട് എൻ്റെ മനസ്സിൽ പൊന്തി വന്നു. ഓഹരി എന്ന വാക്കിൻ്റെ സൂചന തരുന്നുണ്ട് അതൊരു അവകാശമാണെന്ന്. എൻ്റെ ഓഹരിക്ക് ചെന്നിട്ട് കിട്ടാതെ മടങ്ങിപ്പോന്നത് വേദനയായെങ്കിൽ എന്നെ കൂടുതൽ ചിന്തിപ്പിച്ചത് എൻ്റെ അടുക്കൽ വരുന്ന മക്കളാ. അത് യജമാനായ ദൈവം എൻ്റെ അടുക്കലേക്ക് അയക്കുന്നതാണ്. യജമാനായ ദൈവം എൻ്റെ അടുക്കലേക്ക് വരുന്നവർ സത്യത്തിൽ ഭൃത്യന്മാരുടെ രൂപത്തിലാകാം. അവർ വരുന്നത് ഓഹരി വാങ്ങാനാണ് എന്നുള്ള യാഥാർത്ഥ്യം അത് മനസ്സിലായത് വീണ്ടും ഈ വചനത്തിൻ്റെ ആദ്യ ഭാഗത്തിലേക്ക് വന്നപ്പോൾ. എൻ്റെ യജമാനനായ ദൈവം എൻ്റെ അരികിൽ ഭൃത്യൻ്റെ രൂപത്തിൽ വരുന്നു. ഞാൻ ആരാണ്? ഞാൻ ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ കൃഷിക്കാരൻ മാത്രമാണ്.
ഞാൻ ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ കൃഷിക്കാരൻ മാത്രമാണ്. മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. ആദ്യത്തെ വാക്ക, മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. ഞാനാകുന്ന മുന്തിരിത്തോട്ടം, എൻ്റെ വൈദിക ജീവിതമാകുന്ന മുന്തിരിത്തോട്ടം, എൻ്റെ കൺമുമ്പിലിരിക്കുന്ന എൻ്റെ മാതാപിതാക്കളുടെ, സഹോദരങ്ങളുടെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതമാകുന്ന മുന്തിരിത്തോട്ടം ദൈവം നട്ടുപിടിപ്പിച്ചു. നട്ടതും പിടിപ്പിച്ചതുമൊക്കെ ദൈവം. നടുക, പിടിപ്പിക്കുക. കർഷകരാണ് നമ്മൾ ഭൂരിപക്ഷം പേരും. നടലിൻ്റെയും പിടിപ്പിക്കലിൻ്റെയൊക്കെ ഓർമ്മകളുണ്ട്. ഞാൻ തിരിഞ്ഞു വീണ്ടും നോക്കുകയാണ്. ഞാൻ പ്രസംഗത്തിനൊന്നും പ്രാഗൽഭ്യമുള്ള ആളൊന്നുമല്ല. ഞാൻ ഇന്നും ഈശോയുടെ മുമ്പിൽ ഒത്തിരി നന്ദിയോടെ വീണ്ടും ഓർക്കുന്ന ഒരോർമ്മയുണ്ട്. എൻ്റെ 3ാം ക്ലാസ് പഠന സമയമാണ്. ഞാൻ ഒത്തിരി വേദിയിൽ കർത്താവിൻ്റെ മഹത്വത്തിനു വേണ്ടി ഏറ്റുപറഞ്ഞിട്ടുള്ളൊരു സത്യമാണ്. ആദ്യമായിട്ട് എന്നെ ഒരു പ്രസംഗത്തിന് വേണ്ടിയിട്ട് എൻ്റെ മഠത്തിലെ സിസ്റ്റേഴ്സ് ഒരുക്കി. എന്നോട് പ്രസംഗമൊക്കെ കാണാപ്പാഠം പഠിച്ച് പ്രസംഗം പറയുന്നതിൻ്റെ എന്ന് രാവിലെ സിസ്റ്റർമാരെ ചെന്ന് കേൾപ്പിക്കണമെന്നാണ് പറഞ്ഞത്. കാണാപ്പാഠം പഠിച്ചതാണ്. അതിൻ്റെ തുടക്കം സിസ്റ്റർ കേട്ടപ്പോൾ തന്നെ ചിരിക്കാൻ തുടങ്ങി. തുടക്കം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ: എ പേ ബാ മോ അച്ച. എ പേ ബാ മോ അച്ച. അടുത്ത വാക്ക് സ്നേ ബാ ഗൂഫു, സ്നേ ബാ മാപ്പി. പ്രീ കൂട്ടുകാരൻ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ കൂപ്പുകൈ. സിസ്റ്റർമാരുടെ ചിരി എന്താണെന്ന് മനസ്സിലാക്കാഞ്ഞതുകൊണ്ട് ഞാൻ വീണ്ടും ഇത് ആവർത്തിച്ചു. അപ്പോൾ എന്നോട് സിസ്റ്റർ പറഞ്ഞു, എടാ കടലാസ് എടുക്കാൻ പറഞ്ഞു. കടലാസ് എടുത്തിട്ട് സിസ്റ്റർ നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ കഴിഞ്ഞൊരു കുത്തുണ്ടെന്നുള്ള കാര്യം. കഴിഞ്ഞൊരു കുത്ത്, അത് കഴിഞ്ഞ് പേ കഴിഞ്ഞൊരു കുത്ത്, മാ കഴിഞ്ഞൊരു കുത്ത്, പേ മാ ബാ കുത്ത്, എല്ലായിടത്തും ഓരോ കുത്തുണ്ട്. ഈ കുത്തിൻ്റെ അർത്ഥം ഓരോ വാക്കും കഴിഞ്ഞിട്ട് ഓരോ അക്ഷരവും കഴിഞ്ഞ് പേ ബാ മോ അങ്ങനെ ഓരോന്നും കഴിഞ്ഞ് കുത്തുണ്ട്. ഈ കുത്തിൻ്റെ അർത്ഥം എന്താണെന്ന് സിസ്റ്റർ ചോദിച്ചു. കുത്തിൻ്റെ അർത്ഥം കുത്ത്, പേ കുത്ത്, ബാ കുത്ത്, എന്താ കുത്ത്? കുത്ത് ചോദിച്ചു വന്നപ്പോൾ അവസാനം സിസ്റ്റർ തന്നെ പറഞ്ഞു വന്നു, എന്ന് പറഞ്ഞാൽ കുത്തെന്ന് പറഞ്ഞാൽ ഏറ്റവും, പേ കുത്തെന്ന് പറഞ്ഞാൽ പേ കഴിഞ്ഞ് കുത്ത്, പെരിയ, ബാ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട, മൂന്ന് പറഞ്ഞാൽ മോൺസിഞ്ഞോർ അച്ഛൻ, ഏറ്റവും പെരിയ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ അച്ഛ. അതാണ് പേ ബാ മോച്ച. സ്നേഹ ഗുഭു എന്ന് പറഞ്ഞാൽ സ്നേഹ ബഹുമാനപ്പെട്ട ഗുരുഭൂതൻ. പിന്നെ സ്നേഹ ബാ മാപ്പി എന്ന് പറഞ്ഞാൽ സ്നേഹ ബഹുമാനപ്പെട്ട മാതാപിതാക്കൾ, വികാരി അച്ഛൻ, അച്ഛൻ. മനസ്സിലായി? ഇതിങ്ങനൊരു സീരിയലാണ്. ഈ അർത്ഥം കിട്ടിയതോടുകൂടി ഇത് കൂട്ടി പറഞ്ഞ് പ്രസംഗിക്കണമെന്നാണ്. ഞാനിത് പിന്നെയും പ്രാക്ടീസ് തുടങ്ങി. എൻ്റെ പ്രശ്നം, ഞാൻ കുറേ ദിവസമായിട്ട് പേ ബാമോ വെച്ചാൽ പഠിച്ചാണ്. ഇത് കിട്ടിയെങ്കിലേ അടുത്തതിലേക്ക് വരാനൊക്കെ ഉള്ളൂ. അവസാനം ഉച്ച കഴിഞ്ഞു, വൈകുന്നേരമാകാറായി. ഈ പേ ബാമോ എന്നെങ്കിലേ എനിക്ക് പ്രസംഗം തുടങ്ങാൻ പറ്റുള്ളൂ. അവസാനം എന്നോട് എൻ്റെ പെങ്ങൾ പറഞ്ഞു, നീ അതൊന്നും പറയണ്ട, മാന്യ സദസ്സിന് വന്ദനം പറഞ്ഞിട്ട് എല്ലാവരെയും നോക്കി ഒന്ന് ചിരിച്ചാൽ മതി. എനിക്ക് ഇന്നും ചിരിക്കാൻ ധൈര്യമില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ മാന്യ സദസ്സിന് വന്ദനം പറഞ്ഞിട്ട് ചിരിക്കുക, ഇതാണ് അടുത്ത സ്റ്റെപ്പ്. പ്രാക്ടീസ് ചെയ്ത് സ്റ്റേജിൽ കയറാൻ നേരത്ത് വീണ്ടും ഒന്നും കൂടെ പ്രാക്ടീസ് ചെയ്ത് മാന്യ സദസ്സിന് വന്ദനം പറഞ്ഞിട്ട് എല്ലാവരും നോക്കണം. ഒറ്റ നോട്ടേ നോക്കിയപ്പോൾ എല്ലാവരും എൻ്റെ വായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം. അതോടെ സർവ്വ കൺട്രോളും പോവുകയാണ്. പിന്നെ എന്താ പറയണമെന്ന് അറിഞ്ഞുകൂടാ, എന്ത് പറയണമെന്ന് പറഞ്ഞുകൂടാ. അന്ന് നമുക്ക് പരിശുദ്ധാത്മാവിലൊന്നും വിശ്വാസമില്ലല്ലോ. നമുക്ക് ആശ്വസിക്കാനായിട്ട് ആകെയുള്ളത് പുറകിൽ നിൽക്കുന്ന സിസ്റ്ററാണ്. സിസ്റ്റർ പുറകിന്നുണ്ട്. എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എടാ കടലാസ് ഒന്നും എടുത്തു പോകരുതും, കടലാസ് എടുത്തു കഴിഞ്ഞാൽ പ്രസംഗം മാറി ഉപന്യാസമായി പോകും. അപ്പോൾ ഈ സിസ്റ്റർ മാത്രമേ പുറകിലുള്ളൂ. പരിശുദ്ധാത്മാവിൽ അന്ന് നമുക്ക് ആശ്വാസമൊന്നുമില്ല. നമ്മുടെ അന്നത്തെ അറിവ് അനുസരിച്ച് അതാണ്. സിസ്റ്ററിനോട് പറയുന്നുണ്ട്, ഇപ്പോൾ സിസ്റ്റർ കാല് മാറിയേക്ക്, സിസ്റ്ററിന് വേണ്ട കടലാസ് ഇടറാ. കടലാസ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോക്കറ്റി കടലാസ് ഉണ്ട്, എടുത്ത കയ്യിലേക്ക് വരുമോ. അവസാനം എന്തൊക്കെ പറഞ്ഞെന്ന് എനിക്കറിയാൻ പാടില്ല. കൈയടിച്ച് കൂവി എല്ലാവരും കൂടെ സ്റ്റേജിൽ നിന്ന് ഇറക്കി. ഞാൻ ഈശോയുടെ മുമ്പിൽ എന്ന് ഓർക്കുന്നൊരു സത്യമാണിത്. എടാ, മാന്യ സദസ്സിന് മാന്യമായിട്ട് വന്ദനം പറയാൻ പറ്റാത്തവനെ, നിന്നെയാണോടാ പ്രസംഗിക്കാൻ കൊണ്ടുവന്നേക്കണത്? സത്യമാണിത്. ഞാൻ ഈശോയുടെ മുമ്പിൽ ഒത്തിരി ഓർക്കാറുണ്ട്.
കർത്താവെ, മാന്യമായിട്ട് ഒരു വന്ദനം പോലും പറയാൻ പറ്റാത്ത എന്നെ എവിടെയെങ്കിലുമൊക്കെ കയറ്റി നിർത്തുന്നെങ്കിൽ അത് നിന്റെ മഹത്വമാ, നിന്റെ കഴിവാ. ഞാൻ പോരാൻ നേരത്ത് ബിനോയച്ചനോട് പറഞ്ഞ്, അച്ഛൻ പാട്ടുകാരെയൊക്കെ ഒന്ന് കാണണം. ഇവിടെ വന്നപ്പോൾ എനിക്ക് ആശ്വാസം. എൻ്റെ പണ്ടത്തെ എൻ്റെ കുഞ്ഞ് സഹോദരന്മാരൊക്കെ തന്നെ ഇവിടെ ചിലരുടെയൊക്കെ മുഖം കണ്ടപ്പോൾ ഒരു ധൈര്യമായി. ഞാൻ നല്ല പാട്ടുകാരനാണ് കേട്ടോ. ഞാൻ ഇതുപോലെ പള്ളിയിൽ വെച്ച് എല്ലാവരും കൂടെ പാടണമെന്ന് വികാരിയച്ഛൻ പറഞ്ഞു. എന്ന് വർഗീസ് കണിയാന്തറ എന്ന് പറഞ്ഞൊരു വർഗീസ് അച്ഛൻ, നമ്മുടെ വർഗീസ് അച്ഛൻ്റെ അടുത്ത നാട്ടുകാരനാണ്, വൈക്കംകാരനാണ്. ഈ അച്ഛൻ ഞങ്ങളുടെ വികാരിയായിരിക്കുന്ന സമയത്ത് എല്ലാവരെ കൊണ്ടും പാട്ട് പാടിപ്പിക്കുക. അങ്ങനെ കുർബാനയ്ക്ക് ഉറക്കെ പാടാൻ വന്നിട്ട് ഞാൻ നിന്ന് നല്ല ഉറക്കെ പാടി. പാട്ടും കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴി എൻ്റെ പെങ്ങൾ എന്നോട് പറഞ്ഞു, എൻ്റെ തങ്ക, നീ പാടുമ്പോൾ എല്ലാവരും എന്നെ നോക്കണം. ആരെ? ചേച്ചീനെ നോക്കണം എന്ന്. മനസ്സിലായോ നിൻ്റെ പാട്ടിൻ്റെ ആ ഗുണം? അന്ന് ഞാൻ പാട്ട് നിർത്തി കളഞ്ഞു. പിന്നെ ഞാൻ പാട്ടിൻ്റെ ഫീൽഡ് തൊട്ടിട്ടില്ല. ഭയങ്കര പാട്ടാണ്. മൈനസെമിനാരിലേക്ക് വന്നത്, മൈനസെമിനാരി വന്ന ചരിത്രം ഇതുപോലെ നട്ടുപിടിപ്പിച്ച ചരിത്രം പറഞ്ഞാൽ തീരിയല്ല. അതിൽ മാത്രം മഹാചരിത്രമാണ് എൻ്റെത്. സെമിനാരി വരുമെന്നൊക്കെ സ്വപ്നേബി ഒരാൾ പോലും ചിന്തിച്ചിട്ടുള്ള ആളല്ല. അത്ര നല്ല മിടുക്കാനായിരുന്നു ഞാൻ. മനസ്സിലായി? അപ്പോൾ സെമിനാരി വന്നു. ഈ ചേട്ടന്മാർ ഭയങ്കര മിടുക്കന്മാരാണ്. എന്തെങ്കിലും ബലഹീനതയുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും മണത്തറിയും. ഇപ്പോഴും നമ്മളും ആരും മോശമല്ല. അങ്ങനെ ആരോ പിടിച്ചെടുത്തു. ഞാൻ നന്നായിട്ട് പാടുന്ന ആളാണ്. ഇൻവെർട്ടർ കോമയിൽ ഈ ചേട്ടന്മാർ എന്നോട് പറഞ്ഞു, നീ പാട്ട് പാടിയിട്ട് ഇറങ്ങിയാൽ മതി എന്നാണ്. വന്ന ദിവസമാണല്ലോ. ഞാൻ അവരുടെ കാല് പിടിച്ച്, എൻ്റെ പൊന്നു ചേട്ടന്മാരെ, ഞാൻ എന്ത് വേണേലും ചെയ്യാം. കുരങ്ങ് കളിക്കണമെങ്കിൽ കുരങ്ങ് കളിക്കാം, തവള ചാടണമെങ്കിൽ തവള ചാടാം, മരം കയറണമെങ്കിൽ മരം കയറണം, തലകുത്തി നിൽക്കണമെങ്കിൽ നിൽക്കാം. പക്ഷേ ഈ പാട്ട് പാടാൻ മാത്രം പറയും. അവസാനം ഈ ചേട്ടന്മാരെന്നോട്, നീ പാട്ട് പാടിയിട്ട് ഇറങ്ങിയാൽ മതി എന്ന്. അവസാനം എനിക്ക് ജീവിക്കുന്നവരെ ഭയങ്കര പേടിയാണ്. ഞാൻ അവരോട് ചോദിച്ചു, മരിച്ചവിടെ പാട്ട് പാടിക്കോട്ടെ. മനസ്സിലായ? ധൈര്യം കൂടുതലുള്ളതുകൊണ്ടാണ്. അവസാനം നീ മരിച്ചതെങ്കിൽ മരിച്ച് പാടിക്കോളാം. നമ്മുടെ കുർബാനയുടെ ആദ്യത്തെ ഒരു പാട്ടുണ്ടല്ല, മരണത്താലെ, അങ്ങനെ ഒരു പാട്ട് പാടി ഒപ്പിക്കാൻ ശ്രമിച്ച് സ്റ്റേജിൽ നിന്ന് അന്ന് എന്നെ ഇറക്കിയതാണ്. പിന്നെ മൈനസെമിനാരിച്ച് ഒരാളും എന്നോട് പാട്ട് പാടാൻ പറഞ്ഞിട്ടില്ല. പിന്നെ പോയത് മേജർ സെമിനാരി ചെന്നപ്പോൾ പൂനമല്ലി സെമിനാരിലാണ് ചെന്നത്. ഇവിടുത്തെ വിൻസേഷൻ അച്ഛന്മാരെൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായി തീർന്ന ഒരു സ്ഥലം അവിടെ വെച്ചായിരുന്നു. അവിടെ ചെന്ന് ഞാനിങ്ങനെ പാട്ടൊക്കെ എല്ലാവരും പാടുമ്പോൾ ഇങ്ങനെ കയ്യൊക്കെ ആട്ടും. അപ്പോൾ അവർ വിചാരിക്കണം ഞാൻ നല്ല പാട്ടുകാരനാണ്. തെറ്റിദ്ധാരണ, ഈ മിസ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയല്ലേ, അണ്ടർസ്റ്റാൻഡിങ് മിസ്സായി പോകുന്നു. ഇവർ മലയാളത്തിൽ ആഘോഷമായ ഒരു കുർബാനയുണ്ട്, ഞങ്ങളുടെ ഓണത്തിൻ്റെ സെലിബ്രേഷൻ. ഇവർ പറഞ്ഞു, നീ പാട്ട് കുർബാനയ്ക്ക് പാടിക്കോളാൻ പറഞ്ഞു. മലയാളം കുർബാനയാണല്ല കേരളത്തിൽ നിന്ന്. ഇപ്പോൾ നമ്മുടെ പുതിയ ബിഷപ്പ് വന്നിട്ടുണ്ടല്ലോ, നമ്മുടെ ആലപ്പാട്ട് തിരുമേനി, ജോയി ആലപ്പാട്ട്. അന്ന് പിതാവ് ചാപ്ലനായിട്ട് മദ്രാസിലുണ്ട്. അച്ഛൻ വന്ന സമയം അച്ഛനെയാണ് പാട്ട് കുർബാനയ്ക്ക് കൊണ്ടുവന്നേക്കണം. അദ്ദേഹം പിതാവ് അന്ന് അച്ഛൻ കൊച്ചച്ഛൻ നന്നായിട്ട് പാട്ട് പാടും. അങ്ങനെ അച്ഛൻ പാട്ട് കുർബാനയ്ക്ക് വന്നിരിക്കുന്നു. എന്നെയും പാട്ടുകാരുടെ കൂട്ടത്തിൽ നിർത്തി. എൻ്റെ സ്പിരിച്വൽ ഡയറക്ടർ എന്നോട് പറഞ്ഞൊരു സത്യമുണ്ട്, എൻ്റെ ജോസേ, നിൻ്റെ മൈക്കിൻ്റെ വോളിയം കംപ്ലീറ്റ് അവർ സീറോ ആക്കി കളഞ്ഞെന്ന്. കംപ്ലീറ്റ് സീറോ. ഇത് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യണ സഹോദരൻ വിചാരിച്ചാൽ നടത്തും. കംപ്ലീറ്റ് സീറോ ആക്കി കളഞ്ഞു. എൻ്റെ ശബ്ദം ഒരു തരി പുറത്തേക്ക് വന്നില്ല. അത്ര ഗുണമുള്ള പാട്ടായിരുന്നു. ഞാൻ അവിടെ വെച്ച് വീണ്ടും അടുത്ത സൗഖ്യം കിട്ടി. ഏത്? എൻ്റെ പാട്ടിനെക്കുറിച്ച്. പിന്നെ ഞാൻ പാട്ട് പാടിയിട്ടില്ല. അച്ഛനായി കഴിഞ്ഞ് പിറ്റേ ദിവസം എനിക്ക് ഒരു പള്ളി കിട്ടി. സബ്സ്റ്റിറ്റ്യൂഷൻ പോയതാണ് കേട്ടോ, പകരം പോയതാണ്. അവിടുത്തെ വികാരിച്ച് നമ്മുടെ അങ്കമാലിൽ നേരത്തെ ഉണ്ടായിരുന്ന, ഇപ്പം മാറിപ്പോയിരിക്കുന്ന കല്ലറയ്ക്കലച്ഛനായിരുന്നു. അവിടെ അച്ഛന് പകരം. അവിടെ ചെന്നപ്പോൾ എന്നോട് പലരും പാട്ടുർബാന ചോദിച്ചു വരും. ഞാൻ പറയും, വികാരിയച്ഛൻ വരുമ്പോൾ പാടിക്കോളും, ഞാൻ പകരം വന്ന അച്ഛനാ. പാട്ടുർബാനയില്ല, ഒറ്റ കുർബാനയാണ്. പിന്നെ കത്തീഡ്രൽ ബസിലിക്കയായിരുന്നു എറണാകുളത്ത്. അവിടെ അങ്ങനൊരു ആവശ്യമേ വന്നിട്ടില്ല. ഒരാളും എന്നോട് പാട്ടുർബാന ചോദിച്ചിട്ടില്ല. പിന്നെ ഒരു രഹസ്യം, അങ്കമാലിക്കാരൊക്കെ കുറേ പേര് ഇവിടെ ഇരിപ്പുണ്ട്. അങ്കമാലി ഫൊറോന പള്ളിയിൽ, ഇപ്പോഴത്തെ ബസിലിക്കയിൽ കൊച്ചച്ഛനായിട്ട് വരുന്ന സമയം അവിടെ എല്ലാ ശനിയാഴ്ചയും ആഘോഷമായിട്ട് വിശുദ്ധ ഗീവർഗീസിൻ്റെ ബഹുമാനാർത്ഥമുള്ള പാട്ടുർബാനയുണ്ട്. ഞാൻ ഒരു ശനിയാഴ്ച പോലും പടിഞ്ഞാറ പള്ളിയിൽ കുർബാന അർപ്പിച്ചിട്ടില്ല. ഒരാൾക്ക് പോലും ഇതിൻ്റെ രഹസ്യം അറിയാൻ പാടില്ല. നമ്മളിങ്ങനെ ഒത്തുചേരുന്ന സമയം ചില രഹസ്യങ്ങളൊക്കെ പറയുന്ന സമയമാണല്ലോ.
പരസ്യമായിട്ട് ആരൊക്കെ കേൾക്കുമെന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും ഇതൊരു സത്യമാണ്. ഒരാഴ്ച പോലും ഞാൻ പടിഞ്ഞാറപ്പള്ളിയിൽ ശനിയാഴ്ച പാട്ടുകുർബാനയിൽ പങ്കെടുത്തിട്ടില്ല. ഞാൻ എത്ര മഴയാണെങ്കിലും വെയിലാണെങ്കിലും കിഴക്കപ്പള്ളിയിലേക്ക് പോകും. എല്ലാവരും വിചാരിക്കണത് എന്തിനു നല്ല അച്ഛൻ, പാവം മഴയത്തും വെയിലത്തും കിഴക്കോട്ട് പൊക്കോളുന്നു. പിന്നീടാണ് ഒരു നാൾ എനിക്കൊരു ബോധോദയം കിട്ടിയത്. ഒരു സ്ഥലത്ത് വെച്ച് ഒരു കുർബാനയുടെ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പാട്ടുകാരത്തിയായിട്ട്, പാട്ടുകാരോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി ഒരു തർക്ക വിഷയമുണ്ട്. അങ്ങനെ തർക്കം ഉണ്ടായി കഴിഞ്ഞപ്പോൾ, തർക്കം മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ ആ പാട്ടുകാരത്തി കൊച്ചിൻ്റെ സങ്കടമായിരുന്നത് കൈക്കാരന്മാരും നാട്ടുകാരും കൂടെ അവളുടെ അമ്മക്ക് പറഞ്ഞു എന്ന്. അമ്മക്ക് ഇൻവെർട്ടർ കോമ അമ്മയ്ക്ക് പറഞ്ഞു എന്നതിനെക്കുറിച്ചൊരു തർക്കം. എന്താന്ന് ചോദിച്ചപ്പോൾ പാട്ട് പാടാൻ വരാൻ പറഞ്ഞ സമയത്ത് വരാഞ്ഞതിനെക്കുറിച്ചുണ്ടായ തർക്കമാണ്. അപ്പോൾ ഈ കുട്ടിയോട് ചോദിച്ചു എന്തിനാ നീ വരാഞ്ഞെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ അമ്മ പറഞ്ഞ് എല്ലാവരുടെയും കൂട്ടത്തിലാണെങ്കിൽ പാടണ്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ നാടൻ ഭാഷയിൽ നാട്ടുകാർ കൈക്കാരന്മാരും ചേട്ടന്മാരെ കൂടെ പറഞ്ഞ് പറയാൻ കൊള്ളില്ലാത്തൊരു ഭാഷയെ തിരിച്ച് അവളോട് ചോദിച്ചു. അപ്പോൾ അതാണ് അമ്മക്ക് പറഞ്ഞതായിട്ടൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ടു. ഞാൻ ഈ കുട്ടിയായിട്ട് ചില അന്യജന സംഭാഷണത്തിനൊക്കെ ശ്രമിച്ചു. പിന്നീട് വീണ്ടും ഇതിനെക്കുറിച്ച് ഒത്തിരി ധ്യാനിക്കാനിടയായി. സാധാരണ രീതിയിലുള്ള ധ്യാനം കേട്ടോ, അല്ലാതെ നമ്മൾ വിചാരിക്കുന്നിടത്തിലുള്ള വലിയ മെഗാധ്യാനമൊന്നുമില്ല. വളരെ സാധാരണമായ ചില കൊച്ചനുഭവങ്ങൾ തരുന്ന ധ്യാനമുണ്ടല്ലോ. അന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ നിന്റെ സ്വരം ദൈവം നിനക്ക് നട്ടുപിടിപ്പിച്ചെന്ന രീതിയുണ്ടാ, നിന്റെ സ്വരം ദൈവം നിനക്ക് തന്ന ദാനമെന്ന് തിരിച്ചറിയാൻ നിനക്ക് വെളിച്ചം തരുന്ന ചില അനുഭവങ്ങളുണ്ടാ. ഞാൻ എൻ്റെ ദൈവശാസ്ത്ര പഠന സമയത്ത് ദൈവം തന്ന ഒരു വെളിച്ചമുണ്ട്. ഞാൻ ഈ എഴുന്നേൽക്കുമ്പോൾ മുതൽ എനിക്കൊരു നല്ല ഗുണമുണ്ട്. എഴുന്നേറ്റ് കഴിഞ്ഞാൽ കാലാവസ്ഥ പ്രവചനം എനിക്ക് നടത്താൻ പറ്റും. പുറത്ത് അന്തരീക്ഷത്തിനൊരല്പം വ്യത്യാസം വന്നാൽ എൻ്റെ മൂക്കിന് ഭയങ്കര ചൊറിച്ചിലായിരിക്കും. മനസ്സിലായോ? തുമ്മൽ നമ്മളിങ്ങനെ സീരിയലായിട്ട് തുമ്മലാണ്. എൻ്റെ കൂട്ടുകാരൊക്കെ ചിലർ മത്സരിച്ച് എൻ്റെ തുമ്മൽ എണ്ണിയിട്ടുണ്ട്. 1 2 3 4 പിന്നെ അവർക്ക് എണ്ണാൻ പറ്റിയില്ല. കുറച്ചായി കഴിയുമ്പോൾ കൺട്രോൾ പോകും. അങ്ങനെ ഈ എഴുന്നേൽക്കുമ്പോൾ മുതലുള്ള തുമ്മൽ അച്ഛനായി കഴിയുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമാകുമെന്ന് പറഞ്ഞ് എന്നെ ട്രീറ്റ്മെൻറ്റുകൾക്ക് വിധേയപ്പെടുത്താൻ തുടങ്ങി. ഏറ്റവും അവസാനം മദ്രാസിലൊരു ഡോക്ടർ എന്നോട് പറഞ്ഞു, അച്ഛാ ഒന്നും വരികയില്ല, എല്ലാം കൂടെ ശരിയാക്കി തരാം. ഈ മൂക്കിൻ്റെ പാലൊന്ന് ശരിയാക്കണം, ടോൺസിലൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം, പിന്നെ നെയ്സിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞു. ഒന്നും വരികയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഗ്യാരൻറ്റിയിൽ വിശ്വസിച്ച് ഞാനങ്ങോട്ട് വിധേയപ്പെട്ടു. വിധേയത്വം കഴിഞ്ഞു. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് 3 ദിവസം നമുക്ക് ഈ വിശുദ്ധ ബൈബിളിൽ നമ്മൾ സക്കറിയ ദേവാലയത്തിലേക്ക് വന്നൊരു അനുഭവം ഉണ്ടല്ലോ, ആക്ഷൻ കാണിക്കൽ. എനിക്ക് ഈ ആക്ഷൻ കാണിക്കാൻ മാത്രമേ പറ്റൂ. ഒരു തരി സ്വരം പുറത്തേക്ക് വന്നില്ല. അവസാനം മദ്രാസിലോ മൗണ്ട് റോഡിൽ സ്പീച്ച് തെറാപ്പിസ്റ്റുകളെ മാറി ഞാൻ കണ്ടു നടന്നൊരു സീസണുണ്ട്. എനിക്കൊരു സർട്ടിഫിക്കറ്റ് എഴുതി തന്നു. വോക്കൽ കോഡ് കംപ്ലീറ്റ് ആയിട്ട് തകർന്നു പോയിരിക്കുകയാണ്. അതുകൊണ്ട് കൊരവള്ളി, ഈ കുറയ്ക്കാനുള്ള സ്വരമുണ്ടല്ലോ, ഈ സ്വരവള്ളി, വോക്കൽ കോഡ് കംപ്ലീറ്റ് ആയിട്ട് തകർന്നു, ഇനി ശബ്ദിക്കാൻ പറ്റിയല്ല. ഞാൻ തമ്പുരാൻ്റെ മുമ്പിൽ ഒത്തിരി നന്ദിയോടെ ഓർക്കുന്ന ഒരു സീസണാണിത്. നിന്റെ സ്വരം ദൈവത്തിൻ്റെ ദാനം, നിന്റെ സ്വരം അത് ദൈവത്തിൻ്റെ ദാനം. കർത്താവ് പറഞ്ഞില്ലേ, ഇതാ നീ തിരിച്ചു മറിച്ച് നോക്കുക, ഈ രൂപവും ലിഖിതവും ആരുടേതെന്ന്, ഇത് ദൈവത്തിൻ്റെതെന്ന്, സീസറിൻ്റെതല്ല, ദൈവത്തിൻ്റെതെന്ന് ഉറപ്പ് തരുന്നത് പോലെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചും മറിച്ചു വിട്ട് നോക്കിയിട്ടുണ്ടാ. നിന്റെ ഈ സ്വരം ദൈവം നിനക്ക് തരുന്നതാ. 2.5-3 മാസക്കാലം ഒരു സർട്ടിഫിക്കറ്റുമായിട്ടാ ഞാൻ നടന്നിട്ടുണ്ട്. ആരെന്ത് ചോദിച്ചാലും പോക്കറ്റിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കാണിക്കും, ശബ്ദമില്ല. നിന്റെ സ്വരം ദൈവത്തിൻ്റെ ദാനം. എൻ്റെ പെങ്ങള് അന്ന് നോവിഷേറ്റിലുണ്ടാ. അതുങ്ങളൊരു 10-29 പേരുണ്ടായിരുന്നു. ആലുവ ക്ലാരമഠത്തിൻ്റെ നോവിഷേറ്റിൻ്റെ ചാപ്പലിൽ കുത്തിയിരുന്ന് തിരുനാഥൻ്റെ മുമ്പിൽ ആരാധന നടത്തി പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഒത്തിരി പേരുടെ കണ്ണീരിൻ്റെ പ്രാർത്ഥനകളാ. പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ജീവിക്കുന്ന തമ്പുരാന്റെ മുമ്പിലാ അനേകരുയർത്തിയ മധ്യസ്ഥ പ്രാർത്ഥന. ഞാനൊരു നാൾ തിരിച്ചറിഞ്ഞു, നിന്റെ സ്വരം ഇതാ ദൈവം നിനക്ക് തരുന്നതാണ് എന്ന്.
എന്നോട് ഡോക്ടർമാരെന്നും പറയുമായിരുന്നു ആ വെച്ചോളാൻ, ആ വെച്ചാൽ ആവി മാത്രമേ പുറത്തേക്ക് വരുള്ളൂ, ഈ വന്നില്ല ഒന്നും പുറത്തേക്ക്. നല്ല സ്വരം എടുത്തങ്ങോട്ട് വെച്ചോളാൻ പറഞ്ഞു, വന്നില്ല, സ്വരം പുറത്തേക്ക് വന്നിട്ടുണ്ട് വയ്ക്കാൻ. ഒരു നാൾ വെച്ചപ്പോൾ വന്നു. ഒരു കുഞ്ഞ് വയ്ക്കുമ്പോൾ വരുന്നത് പോലെ, ഈ വയ്ക്കുമ്പോൾ ഈ വരുന്നത് പോലെ, വയ്ക്കുമ്പോൾ വരുന്നത് പോലെ ഇതാ വരികയാണ്. ദൈവം തരുന്ന സ്വരമാണെന്ന് ഓർമ്മപ്പെടുത്തി തരാൻ ഞാൻ ഇന്ന് ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഡെയിലി ശുശ്രൂഷയുടെ ഉത്തരവാദിത്വമുള്ള ബിനോയച്ചനോട് പറഞ്ഞു, നട്ടല് വേദനയായിട്ടിരിപ്പാണ്. ഞാൻ തമ്പുരാൻ്റെ മുമ്പിൽ ഒത്തിരി ഓർക്കുന്ന ഒരു രംഗമുണ്ട്. ഞങ്ങളുടെ പൂനവല്ലി സെമിനാരിയുടെ സ്റ്റെയർ കേസ് നല്ല സ്ട്രെയിറ്റായിട്ട് ഒരു സൈഡിലൊരെണ്ണമുണ്ട്. നല്ല സ്പീഡിൽ ഇങ്ങനെ അടിച്ചടിച്ച് പോരുകയാണ്. അടിച്ചടിച്ച് നല്ല സ്പീഡിൽ പോരുമ്പോൾ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് മദ്രാസ് മൈലാപ്പൂർ ഡയസിൻ്റെ ഒരു വിശ്വാസം സെൽവരാജ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് വിശ്വാസമായതുകൊണ്ട് എനിക്ക് അവൻ എപ്പോഴും അവിശ്വാസമായിരുന്നു. ഇവൻ എന്നെ എന്തോ പറഞ്ഞു ഒന്ന് ഒതുക്കാനായിട്ട് ശ്രമിച്ചതാണ്. അപ്പോൾ ചൂലുമായിട്ട് ഇങ്ങനെ നല്ല സ്പീഡിൽ അടിച്ചു പോരുകയാണ്. വിശ്വാസം ഇറങ്ങിപ്പോരുന്ന സമയത്ത് ഞാൻ ഇവനോട് പറയാൻ വേണ്ടിയിട്ട് തിരിഞ്ഞതാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഈ സ്റ്റെയർ കേസ് എന്ന് സ്റ്റെപ്പ് അങ്ങോട്ട് തെറ്റിക്കഴിഞ്ഞാൽ സ്ട്രെയിറ്റായിട്ട് സ്റ്റെയർ കേസ് എന്ന് നമ്മൾ നേരെ താഴോട്ടാണ്, സ്ട്രെയിറ്റ് താഴെ പോകുന്നു. ഞാൻ സ്ട്രെയിറ്റ് താഴെ വന്നിട്ട് ഡോക്ടർമാർക്കൊരു കേസായിട്ട് മാറി. അതാണ് എൻ്റെ സ്റ്റെയർ കേസ് അനുഭവം എന്ന് ഞാൻ ഓർക്കാറുണ്ട്. നല്ല മിടുമിടുക്കനായിട്ട് ഓടി നടന്ന ഏറ്റവും സ്പീഡിൽ സ്റ്റെയർ കേസ് അടിച്ചുകൊണ്ട് പോരുന്ന ഞാൻ അടുത്ത നിമിഷം തിരിച്ചറിയുന്നു ആസ്പത്രിയിലേക്ക് എടുക്കപ്പെടുകയാണ്. ഒരു 3-4 കൊല്ലം ഞാൻ ഇതിൻ്റെ നൊമ്പരം പറയിട്ടുണ്ട്. കാട്ടിലേക്ക് കിടക്കാൻ പാടില്ല. വീട്ടിൽ വരുമ്പോൾ കാരണവന്മാർ വിചാരിക്കുന്നത് അച്ഛനാകാൻ പോയ കൊച്ചു ഭയങ്കര പുണ്യപ്രവൃത്തിയാണ് ചെയ്യണത്. ഒന്നെങ്കിൽ പലകയിലേക്ക് കിടക്കുകയുള്ളൂ, അല്ലെങ്കിൽ നിലത്തേ കിടക്കുകയുള്ളൂ. എന്തിനു നല്ല പുണ്യം. ട്രെയിനിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ കൂട്ടുകാരന്മാരുടെ പെട്ടി ഞാൻ കയറ്റി മേടിച്ച് പിടിക്കും. കാരണം എന്നോട് ഡോക്ടർമാർ പറഞ്ഞേക്കണത് 2 കൈയിലും ഒരുപോലെ വെയിറ്റ് എടുക്കണമെന്ന്. ഒരു ബക്കറ്റ് വെള്ളം ചോദിച്ചാൽ ഞാൻ 2 ബക്കറ്റുമായിട്ട് ചെല്ലും. എല്ലാവർക്കും എന്നോട് ഭയങ്കര ഇഷ്ടം. എന്താണ്, തന്നോട് ചോദിച്ചാൽ 2 ബക്കറ്റ് ചൂടുവെള്ളം കിട്ടും, മറ്റുള്ളവരൊക്കെ 1 ബക്കറ്റേ കൊടുക്കുകയുള്ളൂ. എൻ്റെ ഗതികേട് കൊണ്ടാണ് കേട്ടാ. 2 കൈയിലും ഒരുപോലെ വെയിറ്റ് എടുക്കണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞേക്കണേ. ഞാൻ നട്ടല് വേദനയായിട്ട് കുറേ കൊല്ലം നടന്നതാണ്. എന്നോട് വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തൽ തന്നു, ഈ നട്ടല്ലോ ദൈവം നിനക്ക് തന്നതാ. 86-87 കാലഘട്ടം ലിസി ആശുപത്രിയിലോ എനിക്ക് ഒരു വിധി എഴുത്തി കിട്ടി. ജീവിതത്തിൽ 2 വീലർ തുടരുതാ, നട്ടല് പോയിരിക്കുക. ഒത്തിരി നാള് തമ്പുരാൻ്റെ മുമ്പിൽ ഓർക്കാൻ ഇടതരുന്നൊരു സത്യമാണിത്. ഇന്ന് തമ്പുരാൻ്റെ മുമ്പിൽ ഞാൻ ഒത്തിരി നന്ദിയോടെ പറയും, ദൈവമേ നീ തന്ന നട്ടല്ലോ. ഇന്നും ദൈവസഹായത്താൽ 2 വീലർ ഓടിക്കാൻ ഭാഗ്യം കിട്ടുന്നുണ്ട്. നീയാണ് ഈ നട്ടലിൻ്റെ ബലം തരുന്നതാ. നിന്റെ ആയുസ് ദൈവം നിനക്ക് തരുന്നതാ. നിന്റെ ആരോഗ്യം ദൈവം നിനക്ക് തരുന്നതാ. നിന്റെ ജന്മം നിനക്ക് തരുന്നതാ ദൈവം തന്നെ. എനിക്കും നിനക്കും അവകാശപ്പെടാൻ ഒന്നുമില്ല. ദൈവമേ നീ നട്ടുപിടിപ്പിച്ചതാ. ആരോഗ്യം നട്ടത് ദൈവമാ, പിടിപ്പിച്ചു തന്നത് ദൈവമാ. നിന്റെ കരം ഒന്ന് ഉയർത്താൻ പറ്റുന്നത്, കരമുയർത്തിയൊക്കെ പ്രാർത്ഥിപ്പിക്കാനായിട്ട് ഇവിടുന്ന് ആഹ്വാനങ്ങൾ വീണ്ടും തരുന്നുണ്ടായിരുന്നല്ലോ. നിന്റെ കരം ഒന്ന് ഉയർത്താൻ കൊതിയുണ്ടല്ലേ? ഈ കരമുയർത്താൻ നിനക്ക് സാധിക്കുന്നത് ദൈവാനുഗ്രഹമല്ലേ? നിന്റെ സ്വരമുയർത്താൻ പറ്റുന്നത് ദൈവാനുഗ്രഹമല്ലേ? നിന്റെ കണ്ണിന് കാഴ്ച കിട്ടുന്നത് ദൈവാനുഗ്രഹമല്ലേ? കാഴ്ചയുള്ളത് ദൈവാനുഗ്രഹമല്ലേ? ഇന്ന് എനിക്കും നിങ്ങൾക്കും ചരിക്കാൻ സാധിക്കുന്നത് ദൈവാനുഗ്രഹമല്ലേ? നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതെല്ലാം നോക്കിക്കൊള്ളുക. നിന്റെ ജീവിതത്തിൽ ദൈവം തന്നെ നടത്തുന്ന രീതികളോ എണ്ണി നോക്കിക്കൊള്ളുക. അവൻ നട്ടുപിടിപ്പിക്കുന്നവനാണ്. ഞാൻ പറഞ്ഞു, തുടങ്ങിയത് ഒരു പ്രസംഗത്തിൻ്റെ ഓർമ്മയിലാണ്. ഞാനിന്ന് ഓരോ വേദിയും വിളിക്കുമ്പോൾ പോകും, സന്തോഷത്തോടെ പോകും. കാരണം എനിക്കറിയാം, എനിക്ക് ഒരക്ഷരം വാ തുറന്ന് പറയാൻ അറിയാൻ പാടില്ലാത്ത ആളാണ്. കർത്താവേ നീയാണ് തരുന്നതാ. സ്വരം പോയപ്പോൾ തിരിച്ചറിഞ്ഞു, ഈ സ്വരം ദൈവമേ നീ തന്നതാ. വണ്ടി ഓടിക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല എന്ന് പറഞ്ഞെടുത്ത് വണ്ടി ഓടിച്ച് നടക്കാൻ പറ്റുന്നെങ്കിൽ ദൈവമേ അത് നിന്റെ മഹാദാനം. ഞാൻ ഈ ചാലക്കുടി വരുമ്പോഴൊക്കെ കിടിലം കൊള്ളുന്നൊരു ഓർമ്മയുണ്ട്.
2000 ആണ്ടിനോട് അടുത്താണ്. മഹാജൂബിലി വർഷത്തിൻ്റെ സീസണിലാണ്. ഞാനിവിടെ ചാലക്കുടി SH കോളേജിൽ വന്നിട്ട് തിരിച്ച് എറണാകുളത്തേക്ക് പോവുകയാണ്. ചാലക്കുടി ജംഗ്ഷൻ. ഞാൻ റോമിന് ഒരു ഉപരിപഠനത്തിനുള്ള അഡ്മിഷൻ കിട്ടി പോകാനിരിക്കുന്ന സമയം ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് എൻ്റെ റോം മാറ്റി ഹോമാക്കി കളഞ്ഞു. ഒരു ചേട്ടനൊന്ന് വട്ടം ചാടിയതാണ്. 4 കൊല്ലത്തോളം ഞാൻ നാട്ടിൽ ബ്ലോക്കായി. പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞു, ഹയർ സ്റ്റഡീസ് മുകളിലേക്ക് നോക്കലാണ്, ചുറ്റും നോക്കലാണ്. മനുഷ്യരെന്നെ ഒത്തിരി പഠിപ്പിച്ചു, ജീവിതം ഒത്തിരി പഠിപ്പിച്ചു. പ്രത്യേകിച്ച് ഒരു ഹയർ സ്റ്റഡീസും ഇല്ലാതെ തമ്പുരാൻ തന്ന സ്റ്റഡീസ് ഒത്തിരി ഉണ്ടാവും. ഞാൻ തിരിച്ചറിയുന്നു. ഒരായുസ് മുഴുവൻ അവിടത്തേക്ക് നന്ദി പറയാൻ ഏറെയുണ്ട്. ഞാൻ തിരിച്ചറിഞ്ഞു, നിൻ്റെ ആയുസ്സിൻ്റെ ഓരോ നിമിഷവും ദൈവം നിനക്ക് തരുന്നതാണ്. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613, fax 0091 480 270 8097, email mail.divinetv@gmail.com, website www.drcm.org.